അതിക്രമങ്ങൾ നിറഞ്ഞ ഒരു നീണ്ട കാലഘട്ടത്തിനു ശേഷം ഗസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള പ്രതീക്ഷ നൽകി ഹമാസും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ ചർച്ചകൾക്ക് വഴി തുറന്നു. ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകളെ തുടർന്ന് 60 ദിവസത്തെ വെടിനിർത്തൽ കരാറിന് ഹമാസ് സമ്മതിച്ചതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഈ കരാർ ഒക്ടോബർ 7 മുതൽ മേഖലയിൽ നടന്നുവരുന്ന രക്തരൂക്ഷിതമായ യുദ്ധത്തിന് വിരാമമിടുമെന്ന് പ്രതീക്ഷ നൽകുന്നു. ഈ നിർണായക നീക്കം ഇരുപക്ഷവും മുന്നോട്ട് വെച്ച നിലപാടുകളിൽ ഒരു അനുരഞ്ജനത്തിന്റെ സൂചനകളാണ്. പൂർണ്ണമായ വെടിനിർത്തലും താൽക്കാലിക യുദ്ധവിരാമവും എന്ന ആവശ്യങ്ങൾക്കിടയിൽ ഒരു സമവായത്തിലെത്താൻ ധാരണയായിട്ടുണ്ടെന്ന് സൗദി ചാനലായ അൽ അറബിയ റിപ്പോർട്ട് ചെയ്തു. ഈ കരാറിന്റെ പ്രധാന വ്യവസ്ഥകളിൽ ശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കുക, ഗസയിൽ നിന്ന് ഘട്ടം ഘട്ടമായി ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുക എന്നിവ ഉൾപ്പെടുന്നു. ഹമാസ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശത്തിൽ ഒരു ഭേദഗതിയും കൂടാതെയാണ് അവർ കരാറിന് സമ്മതം മൂളിയത്. ഇത് മേഖലയിൽ സമാധാനം ആഗ്രഹിക്കുന്നവരുടെ പ്രതീക്ഷകൾ വർദ്ധിപ്പിച്ചു. ഈജിപ്ത്, ഖത്തർ, US എന്നീ രാജ്യങ്ങളുടെ സംയുക്ത മധ്യസ്ഥതയിലാണ് ഈ ചർച്ചകൾ പുരോഗമിച്ചത്. കരാറിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ 60 ദിവസത്തെ പ്രാരംഭ വെടിനിർത്തലാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിനുശേഷം 2 ഘട്ടങ്ങളായി ബന്ദികളെ മോചിപ്പിക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. ഗസയിലെ വെടിനിർത്തൽ സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ദി നാഷണൽ പത്രം റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഹമാസ് 10 ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കുമെന്നതിനും തടവിൽ വെച്ച് മരിച്ച 18 ബന്ദികളുടെ ഭൗതിക അവശിഷ്ടങ്ങൾ കൈമാറുമെന്നും തത്വത്തിൽ സമ്മതം അറിയിച്ചിട്ടുണ്ട്. കൂടാതെ കീഴടങ്ങുന്നതിന് പകരം തങ്ങളുടെ ആയുധങ്ങൾ ഉപേക്ഷിച്ച് അന്താരാഷ്ട്ര മേൽനോട്ടത്തിൽ സൂക്ഷിക്കാനും UN മേൽനോട്ടത്തിൽ ഗസയിൽ ഒരു അറബ് സേനയെ വിന്യസിക്കാനും ഹമാസ് സമ്മതം അറിയിച്ചു. ഇത് ഹമാസിന്റെ നിലപാടുകളിൽ വന്ന ഒരു വലിയ മാറ്റമായാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഇസ്രായേൽ ഈ പുതിയ നിർദ്ദേശത്തോട് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഹമാസ് ആയുധങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിച്ച് കീഴടങ്ങണമെന്ന പഴയ നിലപാടിൽ ഇസ്രായേൽ ഉറച്ചു നിൽക്കുകയാണ്. ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസ സിറ്റിയെ ഹമാസിന്റെ അവസാനത്തെ വലിയ കോട്ടയെന്നാണ് വിശേഷിപ്പിച്ചത്. എന്നാൽ ഗാസയുടെ 75% ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലായതിനാൽ ഈ ആക്രമണം തുടരുന്നത് ശേഷിക്കുന്ന ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കുമെന്ന മുന്നറിയിപ്പ് ഇസ്രായേൽ സൈന്യം തന്നെ നൽകിയിട്ടുണ്ട്. കരാർ പ്രകാരം ഗസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്നതിനെ കുറിച്ച് ദീർഘകാല വെടിനിർത്തലിനെ കുറിച്ചുമുള്ള പരോക്ഷ ചർച്ചകൾക്ക് ഇത് വഴിയൊരുക്കും. അതുവരെ നിലവിലെ സാഹചര്യം തുടരുമെന്ന് US രേഖാമൂലമുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ഈ ശ്രമം അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. അതേസമയം ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള ഇസ്രായേലിന്റെ പദ്ധതി വിദേശത്തും സ്വദേശത്തും വലിയ ആശങ്കയുണ്ടാക്കി. ടെൽ അവീവിൽ ആയിരക്കണക്കിന് ഇസ്രായേലുകാർ ബന്ദികളെ മോചിപ്പിക്കണമെന്നും യുദ്ധം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ചിരുന്നു. ഈ സമ്മർദ്ദങ്ങളും പുതിയ കരാറിന് കാരണമായിട്ടുണ്ടാകാം. മൊത്തത്തിൽ 60 ദിവസത്തെ വെടിനിർത്തൽ കരാറിനുള്ള ഹമാസിന്റെ സമ്മതം മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ഒരു പുതിയ തുടക്കമാണ്. ഇത് ഹമാസിനും ഇസ്രായേലിനും അവരുടെ നിലപാടുകളിൽ അയവരുത്താനുള്ള അവസരം നൽകുന്നു. ഗസയുടെ ദുരിതപൂർണമായ ഈ സാഹചര്യത്തിൽ ഈ നീക്കം സമാധാനത്തിനുള്ള ഒരു പ്രതീക്ഷയാണ്. കരാറിന്റെ അന്തിമ രൂപവും ഇസ്രായേലിന്റെ പ്രതികരണവുമാണ് ഇനി നിർണായകമാകുന്നത്. എങ്കിലും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന ഈ ചർച്ചകൾ മേഖലയിലെ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ സഹായിക്കുമെന്ന് പ്രത്യാശിക്കാം.